ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് തനി പാലക്കാടൻ സ്റ്റൈലിലുള്ള ആവോലി ഫ്രൈ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ആവോലി ഫ്രൈയിലോട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് നമുക്ക് നോക്കാം. അതിലോട്ടായിട്ട് ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന 1/2 കിലോ കറുത്ത ആവോലിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ അതിന്റെ മസാലയിലോട്ടാണെങ്കിൽ 10 ചെറിയ ഉള്ളിയും 2 തണ്ട് കറിവേപ്പിലയും 3 ടീസ്പൂണ് മുളക് പൊടിയും അങ്ങനെ തന്നെയുള്ള കുരുമുളക് 1 ടീസ്പൂണും 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും പിന്നെ ഉപ്പ് ആവശ്യത്തിനും. അപ്പോൾ നമുക്ക് നമ്മുടെ മസാല എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിലോട്ടായിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും മിക്സിയിലിട്ട് ഒന്ന് ഫൈനായിട്ട് അരച്ചെടുക്കാം. ആദ്യമായിട്ട് ഉള്ളിയും കറിവേപ്പിന്റെ ഇലയും ഇടാം. അതിനുശേഷം നമുക്ക് കുരുമുളക് ഇടാം, മഞ്ഞൾപ്പൊടി ചേർക്കാം, മുളക് പൊടി ചേർക്കാം. ഇത് വെള്ളം ഇല്ലാതെ അരയ്ക്കുന്നതാണ് നല്ലത്. അരിയുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് അരച്ചാലും കുഴപ്പമില്ല. നമ്മുടെ ഉപ്പ് ആവശ്യത്തിനുള്ളതും കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ മസാല നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കാം. അപ്പോൾ ആവോലിയിലോട്ട് നേരത്തെ അരച്ചു വെച്ച മസാലയെല്ലാം ചേർത്ത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഏകദേശം 30 മിനിറ്റ് മുതൽ 1 മണിക്കൂർ വരെ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇങ്ങനെ മിനിമം 30 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചാലേ നമ്മുടെ മസാലയെല്ലാം മീനിലോട്ട് നന്നായി പിടിച്ച് ഫ്രൈക്ക് നല്ല ടേസ്റ്റ് കിട്ടുകയുള്ളൂ. അപ്പോൾ നമ്മുടെ മസാലയെല്ലാം മീനിൻ്റെ 2 ഭാഗത്തുമായിട്ട് നല്ലപോലെ പുരട്ടിയിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടെ ചേർത്ത് 1 മണിക്കൂർ ഫ്രിഡ്ജിനകത്ത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അതിനുശേഷം നമുക്ക് നമ്മുടെ മീനെ ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെച്ച ആവോലി ഫ്രൈ ചെയ്യാൻ പാകത്തിനായിട്ടുണ്ട്. ഇനി നമുക്കതിനെ ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ആവോലി ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഫ്രൈ പാൻ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ടുള്ള കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്യാം. നമ്മൾ ആവോലി ഫ്രൈ ചെയ്യാനായിട്ട് കോക്കനട്ട് ഓയിലാണ് ഉപയോഗിക്കുന്നത്. കോക്കനട്ട് ഓയിൽ ഉപയോഗിച്ച് നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ ആ ഫ്രൈക്ക് ഒരു പ്രത്യേക ടേസ്റ്റും കാര്യങ്ങളുമാണ്. നമ്മുടെ ഓയിൽ ചൂടായിട്ടുണ്ട്. ഇനി അതിലോട്ട് നമ്മൾ കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുക. ഈ കറിവേപ്പിൻ്റെ ഇല ഇടുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറിവേപ്പിൻ്റെ ഇല ഇടുമ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവറും കൂടെ നമ്മുടെ ഫ്രൈക്ക് കിട്ടും. അങ്ങനെ നമ്മൾ നമ്മുടെ ആവോലി ഫ്രൈ ചെയ്യാൻ വെക്കുകയാണ്. ഈ കറിവേപ്പിൻ്റെ ഇലയുടെ മീതയ്ക്കാണ് ഞാൻ ആവോലി വെക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവറും കൂടെ നമ്മുടെ മീൻ ഫ്രൈയിലോട്ട് കിട്ടും. ഒരു ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും അതിന്. അങ്ങനെ നമ്മുടെ ആവോലി ഒരു സൈഡ് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിനെ മറച്ചിട്ടിട്ട് അടുത്ത സൈഡും കൂടെ നല്ലപോലെ ഫ്രൈ ആക്കി എടുക്കാം. അങ്ങനെ നമ്മുടെ ആവോലി ഫ്രൈ റെഡി ആയിട്ടുണ്ട്. 2 പേരും നല്ല ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇനി നമുക്കതിനെ എടുക്കാം. ഹായ് ഓൾ, എൻ്റെ അമ്മ ഉണ്ടാക്കിയ പാലക്കാടൻ ആവോലി ഫിഷ് ഫ്രൈ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നിങ്ങൾ കുക്ക് ചെയ്തിട്ടൊന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുമാത്രം പോരാ, അതിൻ്റെ താഴത്തെ ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുക.